ഇന്നേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഞ്ചിൻ്റെ റെസിപ്പി കാണിച്ചു തരട്ടെ. തീ കത്തിച്ച് കുക്കർ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് നെയ്യും ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാവേ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് പച്ചമസാല ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇതുപോലെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കൊരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് 2 സെക്കൻഡ് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ മസാലയൊക്കെ പുരട്ടി സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന സോയാബീനാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ തൈരൊഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് 3-4 സെക്കൻഡ് കൂടി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റേഷനരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് റേഷനരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരിയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് പോലെ നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് വിസിലിട്ട് കൊടുത്ത് കുക്കർ അടച്ച് വിസിലിട്ടതിന് ശേഷം 2 വിസിലടിക്കുന്നത് വരെ നമുക്കിത് ഓൺ ചെയ്ത് വെക്കാം. 2 വിസിലിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോകുമ്പോഴത്തേനും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് വയ്യാത്ത ദിവസങ്ങളിലോ അതുപോലെ ഇറച്ചി മീനൊന്നും കിട്ടാത്ത സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിച്ചോളും. ഉണ്ടാക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്, പ്രത്യേകിച്ച് പണിയുമില്ല. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളോ ഒന്നും വേണ്ട. ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒരു അച്ചാറൊക്കെ മതിയാവും. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. റേഷനരി കൊണ്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ നല്ലൊരു റെസിപ്പിയായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോയാബീൻ ഫ്രൈ ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.